നാലാൾ കൂടുന്നിടത്ത് അണ്ണാക്കിൽ പിരി വെട്ടിയെന്ന് പറയുന്ന പോലെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കായി കഴിഞ്ഞാണ് ഞാൻ കുക്കിംഗ് വരെ പഠിച്ചത്. നാലാൾ കൂടുന്ന പരിപാടിയിൽ പരമാവധി ഞാൻ ഒഴിഞ്ഞു മാറാനാണ് നോക്കാറ് കേട്ടോ. ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് എത്ര നേരം വേണേലും ബോറടിക്കാതെ ഞാൻ ഇരിക്കും. വീട്ടിലെ സകല ജോലികൾ ചെയ്ത് തീർക്കുകയും ചെയ്യും കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ തോന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ മമ്മിയും ഹസ്ബൻഡാണെങ്കിൽ ഇവരാണെങ്കിൽ പറയും വേണ്ട കേട്ടോ. അങ്ങനെ ചില പ്രത്യേക കഴിവുകളൊക്കെ ഉള്ള ആളാണ് ഞാൻ. പെട്ടെന്ന് കാണുന്ന ആളുകളോട് പെട്ടെന്ന് ചെന്ന് മിങ്കിളാകുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടാസ്ക് പിടിച്ച പരിപാടി തന്നെയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ ടൈമിൽ ഞാൻ ആരോടും മിണ്ടുന്നില്ല എന്ന പരാതി കേട്ട് കേട്ട് മടുത്ത ഒരാളാണ് കേട്ടോ ഞാൻ. കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരോട് ഞാൻ എന്ത് മിണ്ടാനാണ്? അവർക്ക് ഇങ്ങോട്ടും മിണ്ടാലോ, അവരിങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയും, അത്രേ ഉള്ളായിരുന്നു. അങ്ങോട്ടും മിണ്ടാത്തത് എനിക്ക് ജാടയുള്ളതുകൊണ്ടോ അഹങ്കാരം പിടിച്ചുകൊണ്ടോ അല്ല. എന്ത് സംസാരിക്കണം, എങ്ങനെ തുടങ്ങണം എന്നൊരു അന്തവും കുന്തവും ഇല്ലാത്തതുകൊണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ കണ്ടവരൊക്കെ പിടിച്ച് ഫ്രണ്ട്സാക്കാതെ എന്നിലേക്ക് വന്നവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയ ആളാണ് ഞാൻ. എന്നിട്ടും കൂടി എനിക്കൊരു ഫ്രണ്ട്സ് ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. അത് വേറൊരു സത്യം. ആ ഗ്യാങ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്കിഷ്ടപ്പെട്ട എൻ്റെ വൈബിന് സെറ്റായ ആൾക്കാരുടെ ഇടയിൽ ഞാനൊരു ഡബിൾ എക്സ്ട്രോവേർട്ട് തന്നെയാണ് കേട്ടോ. അവരുടെ കൂടെ പുറത്തു പോകാനും കറങ്ങാൻ പോകാനൊക്കെ ഞാൻ മുന്നിലുണ്ടാവും. സോഷ്യൽ ആൻസൈറ്റി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഒറ്റയ്ക്ക് നടക്കാനോ ഒറ്റയ്ക്ക് ഒരു കഫേ പോയി ഒറ്റയ്ക്ക് ഒരു ചായ കുടിക്കാനോ ഫുഡ് കഴിക്കാനോ ഒന്നിനും ഒരു മടിയില്ലാത്ത ആളാണ് ഞാൻ. എന്തായാലും എന്നെപ്പറ്റി പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ പ്രാന്താവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സമാധാനമാണ് മെയിൻ. അത് കിട്ടുന്നവരുടെ ഇടയിലാണ് ഞാൻ കൂടുതലും സ്പെൻഡ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ പാചകമൊക്കെ ഇന്നത്തെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.